السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. മനുഷ്യ അനുഷ്ഠിക്കുന്നതായ നോമ്പും അതുപോലെ ഖുർആനും ഇത് രണ്ടും അള്ളാഹുടെ മുട്ട നാല് അടിമയ്ക്ക് വേനായിട്ട് ശിഫാർശ ചെയ്ത് ആ നോമ്പ് പിടിച്ച ആൾക്ക് വേനായിട്ട് ആ ഖുർആൻ ഓതിയ ആൾക്ക് വേനായിട്ട് സ്വയം ഖുർആനും നോമ്പും നാല് പരലോകത്തിൽ അള്ളാഹുടെ മുട്ട ഇയാൾക്ക് വേനായിട്ട് ശിഫാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരലോകത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ അമലുകളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടുക സാധ്യമായില്ലെങ്കിൽ അള്ളാഹുടെ മക്കൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടേ ഒരു കാര്യമായിട്ട് ഷഫാത്ത് ചെല്ലത്. അള്ളാഹുടെ അമ്പിയാക്കന്മാർക്കും അതുപോലെ ചില പ്രത്യേകമായ ഉലമാക്കന്മാർക്കും അതുപോലെ നോമ്പു ഖുർആൻ ഇതെല്ലാം അള്ളാഹുടെ മുട്ട ശിഫാർശ ചെയ്ത ഒരു ശക്തി നമുക്ക് അള്ളാഹു കൊടുത്തിട്ടിക്കണം. അതിൽപ്പെട്ടതായിരിക്കും നോമ്പും ഖുർആനും ജണ്ടാലും അത് രണ്ടും എന്താക്കത് മനുഷ്യനായിട്ട് ശിഫാർശ ചെയ്തു. ആറ് കറക്റ്റ് നോമ്പ് നോക്കിയാണ്, ആ റമദാൻ്റെയും റമദാനല്ലാത്ത നോമ്പെല്ലാം പിടിച്ചിട്ടാണ്. അതുപോലെ ആറ് കറക്റ്റായിട്ട് ഖുർആൻ ഓതിനാണ്, ഖുർആനെ ബഹുമാനിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ആൾമാർക്കെല്ലാം അത് രണ്ടും എന്താക്കത് ശിഫാർശ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, യഖൂലു സിയാമു നോമ്പ് ചൊല്ലു, ഐ റബ്ബി മനാഅതു തുആമ വശഹ്വത ഫശഫിഇനി ഫീഹി. പടച്ചവനെ, ഇയാൾക്ക് നാണ് ഭക്ഷണപാനീയത്തെ നാണ് നക്കിനെ വിളങ്ങിനെ. അപ്പോൾ അയാൾ അതുപോലെ അയാളുടെ സ്വന്തം ശരീരത്തെ പല ആകാംക്ഷകളെല്ലാം ഷഹ്വത്തുകളെല്ലാം അയാൾ തടഞ്ഞു വെച്ചിട്ട് അതുകൊണ്ട് അയാളുടെ വിഷയത്തിൽ എൻ്റെ നീ ശിഫാർശക്കാരനാക്കണോ ചെന്നിട്ട് നോമ്പ് സ്വയമായിട്ട് ചെല്ലും. അപ്പോൾ നോമ്പിടെ ആ ഒരു റിക്വസ്റ്റ് അള്ളാഹു സ്വീകരിക്കേണ്ടതൊക്കെയല്ല. അപ്പോൾ മനുഷ്യ അത് കാരണം കൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കോ ചാൻസ് ഉണ്ട്. ഖുർആനും അതുപോലെ ചെല്ല്, മനാഅതുഹു നൗമ ബില്ലൈലി ഫശഫിഇനി ഫീഹി. പഠിച്ചവനെ, അയാൾ എത്രമാ ജാവ് അയാൾ നക്കബേനായിട്ട് വറക്കഞ്ഞത് ഖുർആൻ ഓതി അനാ അല്ലൈലി വ അത്റാഫൻ നഹാർ. അയാൾ ജാവും പോലായിട്ട് ഖുർആൻ ഓതിയ ആളായിട്ട് അതുകൊണ്ട് പഠിച്ചവനെ അയാളുടെ വിഷയത്തിൽ നല്ല നീ ശിഫാർശക്കാരാക്കണോ. അപ്പോൾ അള്ളാഹുടെ സ്വയം ഖുർആൻ അള്ളാഹുടെ കലാം ഒരാൾക്ക് വേനായിട്ട് ശിഫാർശ ചെയ്യുമെങ്കിൽ കണ്ടിത്തായിട്ട് അള്ളാഹു അതിലെ തള്ളല്ല, അങ്ങനെ നമുക്ക് രക്ഷപ്പെടുകയുള്ള സാധ്യത ഉണ്ടോ. ഫയഷ്ഫഅനി അതിൽ രണ്ടും എന്താക്കുക അള്ളാഹുടെ ശിഫാർശ ചെയ്യുമ്പോൾ ആ മനുഷ്യ രക്ഷപ്പെടുക ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ്റെ എപ്പോഴും ഓദ്ര ആത്മാർണങ്ങാവണം. ഖുർആൻ കേടായിട്ട് സാക്ഷി നിൽക്കരുത്. റമദാനും കേടായിട്ട് സാക്ഷി നിൽക്കുന്ന ആൾമാരുള്ളാറ്. റമദാനിൽ പിന്നെ കറക്റ്റ് ആ റമദാൻ്റെ ആ മര്യാദ പാലിക്കാണ്ട് പിന്നെ ജീവിച്ചെങ്കിൽ, അതുപോലെ ഖുർആൻ്റെ കെയർലെസ് ആക്കിയെങ്കിൽ അത് രണ്ടും മനുഷ്യന്മാർക്ക് എന്താക്കരുത് കേടായിട്ട് നിൽക്കരുത്. ചിലപ്പോൾ അത് ജനരെ ബഹുമാനിച്ചെങ്കിൽ നിങ്ങൾക്കത് ഗുണമായിട്ട് സാക്ഷി നിൽക്കുന്നുണ്ടായിട്ട്. ഇന്നൊരു ഹദീസ് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ ഖൈസർ റളിയല്ലാഹു അൻഹു തൊട്ട് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, മൻ സ്വാമ യൗമൻ ഒരാൾ ഒരു നോമ്പ് നോക്കിയിട്ട്, അത് ഏത് നോമ്പാകട്ടെ, ഇബ്തിഗാ വജ്ഹില്ലാഹി അള്ളാഹുടെ ഉദ്ദേശം മാത്രമായിട്ട് കേൾക്കില്ലേ. പഠിച്ചോനക്കായിട്ട് മനുഷ്യന്മാർ ചെല്ലട്ടുണ്ട് ചിലപ്പോൾ നോമ്പ് നോക്കണം, അല്ലെങ്കിൽ വീക്കിൽ ജന്റ് നോമ്പ് നോക്കണോണ്ട് മനുഷ്യന്മാരെ പിന്നെ ആ കേൾവി ആ പ്രശംസക്ക് ആശ വെച്ചിട്ടല്ല, റബ്ബിടെ ഉദ്ദേശം വെച്ചിട്ട് അയാൾ നോമ്പ് നോക്കിയെങ്കിൽ ബാദഹുല്ലാഹു മിൻ ജഹന്നമ അള്ളാഹു അദ്ദേഹത്തെ പിന്നെ ജഹന്നമിന് തൊട്ട് അള്ളാഹു ദൂരത്താക്കണം. എത്ര ദൂര? കബുഉദി ഗുറാബിൻ ത്വാറ വഹുവ ഫർഖുൻ ഹത്താ മാത ഹറമൻ. ഒരു കാക്ക, ഒരു പക്ഷി, അത് ചെറിയ കുഞ്ഞിക്കുമ്പോൾ അത് പാറവ് തുടങ്ങിയിട്ട് അങ്ങനെ പാറിയിട്ട് അത് വലിയായിട്ട് ലാസ്റ്റ് അത് വയസ്സായിട്ട് അത് ചത്തുപോയിട്ട് എങ്കിൽ എത്ര ദൂരം അത് ക്രമിച്ചിട്ടിരിക്കും. അത്ര ദൂരം
നരകത്തെ തൊട്ട് ഈ നോമ്പ് പിടിക്കുന്ന ആൾ ദൂരമാവുന്നു. ഒരു നോമ്പ് പിടിച്ചെങ്കിൽ അപ്പോൾ നോമ്പിൻ്റെ ബഹുമാനത്തായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ജീവിതത്തിൽ ഫർള് നോമ്പും സുന്നത്ത് നോമ്പെല്ലാം നോക്കൂ, ഇഖ്ലാസിൽ കൂടെ നോക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.